നിയമസഭയിലേക്കുള്ള മത്സരത്തിൻ്റെ കാര്യത്തിൽ കർശന നിലപാടുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് CPIയുടെ തീരുമാനം. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ആ കടുത്ത തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിരിക്കുന്നു. നിലവിൽ 6 MLAമാരാണ് തുടർച്ചയായി 3 ടേം പൂർത്തിയാക്കിയത്. ഈ 3 ടേം പൂർത്തിയാക്കിയ 6 MLAമാരെയും തൽക്കാലം മത്സര രംഗത്ത് നിന്നും ഒഴിവാക്കും. GS ജയലാൽ, PS സുഭാൽ, V ശശി, ചിറ്റയം ഗോപകുമാർ, EK വിജയൻ, E ചന്ദ്രശേഖരൻ ഇങ്ങനെ 6 MLAമാരാണ് തുടർച്ചയായി 3 ടേമുകൾ പൂർത്തിയാക്കിയത്. നിലവിൽ പുതിയ ആളുകളെ മത്സര രംഗത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം CPI കൈക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 4 മന്ത്രിമാരും മത്സര രംഗത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം അവർ 4 പേരും 3 ടേം വ്യവസ്ഥ പൂർത്തിയാക്കിയിട്ടില്ല, തുടർച്ചയായി 3 ടേം മത്സരിച്ച് വിജയിച്ചവരുമല്ല. പുതിയതായി വരുന്ന അതായത് 21 പേരാണ് മത്സരരംഗത്തുള്ളത്. അതിൽ പുതുതായി AIYFൻ്റെയും AISFൻ്റെയും ഒക്കെ നേതാക്കളെ ഇത്തവണ മത്സരിപ്പിക്കും എന്നുള്ള വിവരങ്ങളാണ് CPIയുടെ ക്യാമ്പിൽ നിന്നും അറിയുവാൻ കഴിയുന്നത്. 4-ാം തീയതിയാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം. ആ യോഗത്തിലായിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുക. എന്തായാലും CPI എടുത്ത നിലപാട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ തരത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ്. CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം വിജയസാധ്യത നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ടേം വ്യവസ്ഥ പൂർത്തിയാക്കിയവരെയും ഇത്തവണ മത്സര രംഗത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിലൊക്കെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചവരൊക്കെ തന്നെ ഇത്തവണയും മത്സര രംഗത്തുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റു ജില്ലകളിലുമൊക്കെ CPIഎം നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, 3ാമതും LDF ഭരണം കേരളത്തിൽ വരണം എന്നുള്ള താല്പര്യം നിലനിർത്തി തന്നെയാണ്. അതിനപ്പുറത്തേക്ക് മറ്റു ചിന്തകളും ഇല്ല. അതേസമയം മുതിർന്ന പല നേതാക്കന്മാരെയും ഒഴിവാക്കുന്ന കാര്യത്തിലും വ്യക്തമായ രീതിയിൽ തീരുമാനമെടുക്കുവാൻ CPIഎമ്മിന് കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് പല നേതാക്കന്മാരെയും ഒഴിവാക്കിയിട്ട് യുവ നേതാക്കന്മാരെ എത്തിച്ചിരിക്കുന്നത്. MM മണിയെ പോലുള്ള നേതാക്കന്മാരുടെ കാര്യത്തിൽ, AN ഷംസീറിനെ പോലുള്ള, KK ശൈലജയെ പോലുള്ള നേതാക്കന്മാരുടെ കാര്യത്തിലൊന്നും തന്നെ ഇതുവരെയായും അന്തിമ തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയിട്ടില്ല. MM മണിക്ക് പകരം ഉടുമ്പൻചോലയിൽ KK ജയചന്ദ്രൻ മത്സരിക്കുമെന്നും ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ വലിയ തരത്തിൽ ഒരു എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മാതൃകയായി മാറുന്നുവെന്ന് തന്നെ പറയാൻ കഴിയും. കാരണം മത്സര രംഗത്തേക്ക് കടന്നു വരാൻ കഴിയുന്ന കഴിവുള്ള യുവാക്കൾക്കും മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാർക്കുമൊക്കെ അവസരം നൽകുന്ന തരത്തിലുള്ള നീക്കങ്ങളെ അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ. അതേസമയം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ മുന്നണിയുടെ നിലനിൽപ്പ് അനിവാര്യമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് LDF ചില തീരുമാനങ്ങളിൽ അയവ് നൽകിയിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയാനുള്ളത് LDFിലെ ഉഭയകക്ഷി ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കേരള കോൺഗ്രസ് M വിഭാഗം അല്ലെങ്കിൽ മാണി വിഭാഗം 13 സീറ്റ് എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ്. തൽക്കാലം അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. കുറ്റ്യാടി സീറ്റ് വേണം എന്ന നിലപാടിൽ തന്നെ അവർ നിൽക്കുകയാണ്. ഈ 13 സീറ്റ് ചോദിക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യം അവർക്ക് വടക്കൻ ജില്ലകളിൽ കാര്യമായ ഒരു പ്രാതിനിധ്യം ലഭിക്കണം. അതുകൊണ്ട് തന്നെ കുറ്റ്യാടി സീറ്റ് വേണം എന്നുള്ളൊരാവശ്യം അവർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിലെ ഇടതുമുന്നണി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനത്തിലേക്ക് എത്തും. അതേസമയം ഇപ്പോൾ ഘടകകക്ഷികൾക്ക് LDFിൽ നൽകിയിരിക്കുന്ന സീറ്റുകൾക്കപ്പുറം കൂടുതലായി ഒന്നും തന്നെ നൽകാൻ LDFിലെ മുതിർന്ന പാർട്ടി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പാർട്ടി അല്ലെങ്കിൽ നേതൃനിരയിലുള്ള പാർട്ടി എന്ന നിലയ്ക്ക് CPIഎം തയ്യാറുമായിട്ടില്ല. തിരുവനന്തപുരം ജില്ലയിലാണ് ചെറിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉയർന്നു നിൽക്കുന്നത്. അത് 2 സീറ്റുകളിൽ കാര്യത്തിലാണ്, പ്രത്യേകിച്ചും കോവളത്തിൻ്റെ കാര്യത്തിലും തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിലും. കോവളം സീറ്റ് തൽക്കാലം RJDക്ക് തന്നെ വിട്ടു നൽകും. അവിടെ നിന്നും RJDയുടെ സ്ഥാനാർത്ഥി മത്സരിക്കും. അതേസമയം നേരത്തെ തിരുവനന്തപുരത്ത് ആന്റണി രാജു മത്സരിച്ച് വിജയിച്ച സീറ്റായിരുന്നു. ആ സീറ്റ് ചില നിയമപരമായ കുരുക്കിൽപ്പെട്ട് കിടക്കുന്നതിനാൽ ആന്റണി രാജുവിന് മത്സരിക്കാൻ കഴിയത്തില്ല. ആ സീറ്റ് ആർക്ക് നൽകും എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇതുവരെയായും LDF എത്തിയിട്ടില്ല. അതേസമയം കേരള കോൺഗ്രസ് B കൂടുതൽ സീറ്റ് ചോദിച്ചെങ്കിലും തൽക്കാലം സീറ്റ് നൽകുന്ന കാര്യം ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ പത്തനാപുരത്ത് മത്സരിക്കുകയും ചെയ്യും. അങ്ങനെ LDFിനകത്ത് സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകദേശം ധാരണയിലെത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. എറണാകുളം ജില്ലയിലാണ് കാര്യമായ തരത്തിൽ ഇനിയും തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത്. അതിലേക്ക് വലിയ താമസമില്ലാതെ പാർട്ടി കടക്കും എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലാണ് മത്സരം കടുകട്ടിയാകാനുള്ള സാധ്യതകളുള്ളത്. അതിനെല്ലാം ഉപരിയായി തൃക്കാക്കരയിലും എറണാകുളത്തും
പൊതുസമ്മതരായ സ്വതന്ത്രർ കൂടി ചിലപ്പം പരിഗണിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഇത്തരത്തിൽ CPIM അവരുടെ സ്ഥാനാർത്ഥി നിർണയം വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അവരുടെ തയ്യാറെടുപ്പുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മാസം 8-ാം തീയതിയോടുകൂടി തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. 6-7 തീയതികളിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കേരള സന്ദർശനം. അതിന് തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാകും. കോൺഗ്രസും അങ്ങനെ തന്നെയാണ് പറയുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ഏകദേശം 50 പേരുടെ സ്ഥാനാർത്ഥികളാവാൻ സാധ്യതയുള്ള 50 പേരുടെ ആദ്യ പട്ടിക കോൺഗ്രസ് തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ പട്ടികയിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരുണ്ട് എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, ചില ആളുകൾക്ക്, മുതിർന്ന നേതാക്കന്മാർക്ക് ആ ലിസ്റ്റിൽ പരിഗണന നൽകിയിട്ടുള്ളതായും അറിയുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ സീറ്റ് ചർച്ചകളെ ചൊല്ലിയുള്ള തർക്കങ്ങളുമൊക്കെ തന്നെ വലിയ തരത്തിലുണ്ടാവാനുള്ള സാധ്യത നമുക്ക് കാണാൻ കഴിയും.